ഹലോ ഗായ്സ്. അപ്പം ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എറണാകുളം പോകുന്നൊരു പരിപാടിയാണ്. നമ്മുടെ ഒരു കൂട്ടുകാരുടെ കല്യാണം. അപ്പം അതിന് നമ്മൾ ബാഗും കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്തിട്ട് നമ്മൾ പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എല്ലാവരും റെഡിയായി. അമ്മയടുത്തും അനിയത്തിയടുത്തൊക്കെ നമ്മൾ യാത്ര പറഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ വണ്ടിയൊക്കെ നമ്മൾ ഇന്നലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വണ്ടിയിലെ വാഷൊക്കെ ചെയ്ത് എല്ലാം ഓക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിയുടെ കവറൊക്കെ രാവിലെ മാറ്റി എൻ്റെ അടുത്ത് നമ്മൾ റെഡി ആയിട്ട് ഇനിയിപ്പോൾ പോകുന്ന വഴിക്ക് നമ്മളാണെങ്കിൽ പമ്പിലൊന്ന് കാരണം പമ്പിൽ കയറിയിട്ട് വേണം നമുക്ക് എണ്ണ അടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. അപ്പം വണ്ടി എടുത്തു. പിന്നെ അതിന് ശേഷം നമ്മളവിടെ പമ്പിൽ വന്നിട്ടുണ്ട്. പമ്പിൽ വന്ന് എണ്ണ അടിക്കാൻ പമ്പിൽ വന്നിട്ടുണ്ട്. അങ്ങനെ 500 രൂപയ്ക്ക് അടിച്ചുള്ളൂ. പിന്നെ നമുക്ക് 500 രൂപയ്ക്ക് എണ്ണയുടെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ കിടക്കട്ടെ, അബദ്ധവശാൽ ആ റോഡിൽ കിടക്കണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് വരണ്ടേ. അപ്പോൾ നമ്മൾ അവസാനം എണ്ണയൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് യാത്ര ഇറങ്ങി. അതാണ്ട് ഇപ്പം പോകുന്ന വഴിയാണ്. പോകുന്ന വഴി വെച്ചാൽ ഇപ്പോൾ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു റോഡിൽ കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ പോയതെന്ന് വെച്ചാൽ ശനിയാഴ്ച വൈകിട്ടാണ്. അപ്പം വീഡിയോ ചെയ്യാനാണെങ്കിൽ കുറച്ച് ലേറ്റായിപ്പോയി. കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ വർക്കിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അങ്ങനെയാണ് വീഡിയോ ചെയ്യുക കുറച്ച് ലേറ്റായിപ്പോയത്. പിന്നെയെന്ന് വെച്ചാൽ അതിന് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബൈക്കായതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൂടി നൈസായിട്ട് ഗ്യാപ്പടിച്ചാണ് നമ്മൾ കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം കുറച്ച് ഫ്രണ്ടിലൂടെ വന്നപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടല്ല, സെയിം ഒരു റൈഡർ പോലെ തന്നെ ഒരു ചേട്ടനുണ്ടായിരുന്നു. കുറച്ച് അടൂര് വരെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ രാത്രിക്ക് മുന്നേ അങ്ങ് എത്തണ്ടേ. അപ്പം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ ഏതാണ്ട് ഒരു 5 മണി 5:30 ഇടയ്ക്കാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഒരു 7-7:30 ടൈമായി. രാത്രിക്ക് മുന്നേ എത്തണമെന്ന് വിചാരിച്ചിട്ട് നടന്നില്ല. അത്യാവശ്യം നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം നമ്മൾ കോട്ടയം, ഏറ്റുമാനൂർ അങ്ങനെ ആ റൂട്ടാണ് നമ്മൾ അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ പോയിട്ട് തന്നെ ഇപ്പോൾ കുറേ നാളായി. ഇപ്പോൾ ഏതാണ്ട് ഒരു 5-6 മാസമായി. ഞാനാണെങ്കിൽ എറണാകുളത്തായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം പിന്നെ ഇപ്പോഴാണ് പോകുന്നത്. അപ്പം പാലക്കാട് വരെ ബൈക്കിൽ പോകാനായിട്ട് ഇങ്ങനെ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും ലോങ് വരെ പിന്നെ അതും ഒറ്റയ്ക്കല്ലേ പോകണ്ടേ. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അവിടുത്തെ ചേട്ടന്മാരും രണ്ട് ചേട്ടന്മാരും ഉണ്ട്. അപ്പം എന്നാൽ പിന്നെ എല്ലാവർക്കും ഒരുമിച്ച് അങ്ങ് ട്രെയിനകത്ത് പോവാം എന്നുള്ള പ്ലാനിലാണ് ഞാനങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം രാത്രി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കില്ലെന്നല്ല, അത്യാവശ്യം നല്ല തിരക്കും രാത്രിയിലും ഉണ്ടായിരുന്നു. കോട്ടയം ആ ഒരു ഏറ്റുമാനൂർ സൈഡിലൊക്കെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് കറക്റ്റ് പാലക്കാടാണ് കല്യാണം വരുന്നത്. അപ്പം എറണാകുളത്ത് നമ്മൾ ചേട്ടൻ്റെ വീട്ടിൽ വണ്ടി വെച്ചിട്ട് അവിടുന്ന് വെളുപ്പിനെ നമ്മൾ എറണാകുളത്തുനിന്ന് പാലക്കാടേക്ക് ട്രെയിനിന് പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇത്ര രാത്രിയാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഒരു ദിവസം തന്നെ 2 കല്യാണം ഉണ്ടായിരുന്നു. അപ്പം ഇന്ന് ഞാനിപ്പോൾ ആ ഒരു കല്യാണത്തിന് പോയിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ എറണാകുളത്തിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നാളത്തെ അടുത്ത കല്യാണത്തിനേക്ക് വേണ്ടി. 2 പേരും എൻ്റെ 2 ക്ലോസ് ഫ്രണ്ട്സാണ്. അപ്പം ഒരാളുടെ കല്യാണത്തിന് തലേന്ന് വൈകിട്ട് ഒരു 2:30ക്കാണ് പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അവിടെയും പോയി കഴിഞ്ഞിട്ട് അവിടെ കല്യാണത്തിന് പോയി അവർക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് വീട്ടിൽ വന്ന് റെഡി ആയതിനു ശേഷമാണ് പിന്നെ എറണാകുളത്തോട്ട് പോകുന്നത്. അപ്പം കുറേ നാളായി ബൈക്കിൽ പിന്നെ ഇത്രയും കുറച്ച് ലോങ് പോകുന്നത്. ഒറ്റയ്ക്കായതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് ശകലം ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായിരുന്നു. നൈറ്റല്ലേ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാട്ടൊക്കെ കേട്ട് സാവകാശം നമ്മളിങ്ങനെ എൻജോയ് ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ചേട്ടന്മാരൊക്കെ വിളിക്കുന്നുണ്ട്. എവിടെ ഒന്ന് നിന്ന് ഇടയ്ക്ക് റിലാക്സ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഗ്യാപ്പടിച്ച് കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്കാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ കുറേ നാൾക്ക് ശേഷമല്ലേ, പിന്നെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്ത സ്ഥലത്തെ കുറച്ച് ചേട്ടന്മാരൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ. ഈ റൂട്ടൊക്കെ നമ്മൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പം തന്നെ എന്താ പറയുക, സങ്കടങ്ങളും ഉണ്ട്. കാരണം കൂട്ടുകാരന്മാരെല്ലാം വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർ തന്നെ പുറത്തോട്ട് പോകുന്ന എല്ലാം പെട്ടെന്നായിരുന്നു. അതായത് ജസ്റ്റ് ഒന്ന് മീറ്റ് ചെയ്യാൻ പോലുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ അതിൻ്റെ സങ്കടം എല്ലാവർക്കും ഉണ്ട്. അപ്പം എല്ലാവരും വിളിക്കാൻ നേരത്തും എല്ലാവരും ഇതിൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളെല്ലാം പറയും. പക്ഷേ എന്നാലും സങ്കടപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ, ലൈഫല്ലേ. അപ്പോൾ ചിലപ്പോൾ ജോലി ആകുമ്പോഴത്തേക്ക് തന്നെ നമ്മളെ നോക്കി ജോലി എപ്പോഴും വരണമെന്നില്ല. അപ്പോൾ കിട്ടുന്ന ചാൻസ് ഇത്രയും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുകൊണ്ട് സങ്കടമില്ലെന്നല്ല, സങ്കടമുണ്ട്, കാണാൻ പറ്റാത്തൊരു സങ്കടമുണ്ട്. പിന്നെ കാശ് വേണ്ടേ ജീവിക്കാൻ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാശാണ് ആവശ്യം. കാശില്ലെങ്കിൽ നമുക്ക് ഒരു വിലയില്ലെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. ചിലർ നമുക്ക് കാശുണ്ടെങ്കിലേ വിലയുള്ളൂ, ആ രീതിയാണ്. എല്ലാവരും പോയി രക്ഷപ്പെടട്ടെ. പിന്നെ എൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, അളിയ കല്യാണത്തിലൊക്കെ പോകുമ്പോൾ ഫുൾ വീഡിയോസ് എടുത്തിട്ട് എങ്ങനെയായാലും എനിക്ക് ഇട്ട് തരണം എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടാ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ വീഡിയോസ് എല്ലാം ചെയ്ത് എല്ലാം എഡിറ്റ് ചെയ്തിട്ട് നിനക്ക് ഇട്ട് തരാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം കുറേ നാളായി. അപ്പം ഇന്ന്
ഇന്നാണ് ഇപ്പം ഒരു ടൈം കിട്ടിയത്. അപ്പോൾ ഇന്ന് പിന്നെ ഞാൻ ഇച്ചിരി ലീവ് ആയതുകൊണ്ടും വേറെ ഫ്രീ ടൈം ആയതുകൊണ്ടുമാണ് ഇപ്പം വോയിസ് ഓവർ ചെയ്യുന്നത്. നോർമലി നമ്മളെ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ നമ്മൾ വോയിസ് ഇടാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കാറ്റടിക്കുന്നുണ്ട്. അപ്പം മൈക്കിൽ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ചെയ്യാത്തത്. പിന്നെ ഇപ്പോൾ വോയിസ് ഓവർ ആകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ല. അങ്ങനെ ഒരു 3-3.5 മണിക്കൂറുകൾക്ക് ശേഷം ഉദയംപേരൂർ നാട്ടിലെത്തി. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മളൊരു ചേട്ടനുണ്ട്, 2 ചേട്ടന്മാരുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അതിലൊരു ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിപ്പം സ്റ്റേ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവിടേക്ക് വന്നു. എത്താറായി. അപ്പോൾ ജംഗ്ഷനിൽ നിന്ന് ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഇറങ്ങി അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുക, നമ്മൾ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട ടൈമിൽ നമുക്ക് ഈ ചേട്ടനാണെങ്കിൽ നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് പ്രായത്തിൻ്റെ അല്ല, ഇപ്പം നമ്മൾ പറയുമല്ലോ ജസ്റ്റ് ഗേൾസിനെ പോലെ അല്ല, എന്നിച്ച് ഗേൾസിനെ കുറ്റം പറയുമല്ല. ബോയ്സ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം ഏജ് ഫ്രണ്ട്ഷിപ്പ് അല്ലല്ലോ, പല ഏജിലുള്ളവരുമായിട്ടാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പ് മാക്സിമം കൂടുതൽ. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ പുള്ളിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വൈബ് കമ്പനിയാണ്. നമുക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസ് വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈസ് വൈബാണ്. അപ്പോൾ നമ്മുടെ പുള്ളിക്കാരൻ്റെ പങ്കജാക്ഷൻ എന്നാണ് പുള്ളിയുടെ പേര്. ഞങ്ങൾ വിളിക്കുന്നത് പങ്കൂസ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പുള്ളിക്കാരൻ്റെ വീട്ടിലെത്തി, ഫ്രണ്ടിലെത്തി. അങ്ങനെ കുറച്ച് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം പങ്കൂസ് വന്ന് ഗേറ്റ് തുറന്ന് നടക്കാൻ തുടങ്ങി. അങ്ങനെ ഗേറ്റ് ഒന്ന് എള്ളി തുറന്ന് വണ്ടി എടുത്ത് അകത്തോട്ട് കയറ്റി വെച്ച് അവിടെ പുള്ളിക്കാരൻ്റെ മോളെ കെട്ടാൻ പോകുന്ന ചെറുക്കന് ഫാമിലീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് പെട്ടെന്ന് അപ്രതീക്ഷിതമായി പോയി കേട്ടോ. കറണ്ടേ ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്ക്. രാത്രിയായിട്ട് പിന്നെ പതുക്കെ കഴിഞ്ഞ് പോരുന്നതാ. അപ്പം ഇനിയിപ്പം നാളെ രാവിലെ എണീച്ച് പോകണം. അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ബാക്കി വീഡിയോസ് നാളെ ഇടാം. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ബാക്കി വീഡിയോസ് എഡിറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. ബാക്കി നാളെ കാണാം. അങ്ങനെ നമ്മൾ രാവിലെ എണീച്ച് കല്യാണത്തിന് നമ്മൾ റെഡിയായി, എല്ലാം റെഡിയായിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബൈക്കിലാണ് എറണാകുളം സൗത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പം വണ്ടി അവിടെ കൊണ്ട് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാം റെഡിയായി. ബാഗും കാര്യങ്ങളെല്ലാം അവിടെ തന്നെ വെച്ചിട്ട്, ബാഗ് കാര്യങ്ങളൊന്നും നമ്മൾ എടുക്കുന്നില്ല കേട്ടോ, ബാഗ് കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. ഹെൽമെറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്ത് തന്നെ വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ ചാവി തപ്പുന്ന രംഗമാണ് ഈ കാണുന്നത് കേട്ടോ. രാവിലെ ഒരു ബോധമില്ലായിരുന്നു എവിടെ ചാവി വെച്ചതെന്നൊരു ഓർമ്മയില്ല. അങ്ങനെ രാവിലെ റെഡി ആയിട്ടൊക്കെ ഇറങ്ങി. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഒരു ചേട്ടൻ കൂടെ ഉണ്ട്, സലീമേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് പങ്കൂസിൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കണമായിരുന്നു. അങ്ങനെ പെട്രോൾ അടിക്കാൻ പമ്പിൽ കയറി. അപ്പം ഏതാണ്ട് രാവിലെ ഒരു 5 മണിയായി കേട്ടോ. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങി. അങ്ങനെ നമ്മൾ ഏതാണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. അപ്പം ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ്. ടിക്കറ്റ് കൗണ്ടർ തപ്പി നടക്കുന്ന രംഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അവസാനത്തെ നടത്തക്കൊടുവിൽ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ടൈം നോക്കാം, ടൈം എത്രയാണ് ടൈമെന്ന് നോക്കാം. അപ്പം രാവിലെ ഇച്ചിരി തിരക്കും കാര്യങ്ങളൊക്കെ കുറവായിരുന്നു. അപ്പം ഏതാണ്ട് ടിക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടി. നമുക്ക് ടിക്കറ്റിൻ്റെ ടൈം വന്നേക്കുന്നത് നമുക്ക് 7:30ക്കാണ് ടിക്കറ്റിനകത്ത് ടൈം ഇട്ടേക്കുന്നത്. അപ്പോൾ 7:30ക്കാണ് നമുക്ക് ട്രെയിൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ പാലക്കാട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം ഒരു 10:30 ടൈം ആവുമെന്നാണ് ഒരു ഏകദേശം ഒരു ഉദ്ദേശം. നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ കയറുമ്പോൾ തന്നെ പ്രത്യേക അനൗൺസ്മെൻ്റ് ഇല്ല. അനൗൺസ്മെൻറ്റിൽ തന്നെ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഒരു രസമല്ല കേൾക്കാൻ തന്നെ. അതുമാത്രമല്ല ചായ എന്നുള്ള രീതി, അതൊക്കെ ഒരു എന്താ പറയുക, അടിപൊളിയല്ലേ. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ഇനിയിപ്പം പാലക്കാടേക്കുള്ള യാത്രയിലാണ്. ഇരിപ്പൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും രാജകീയമായ ഇരിപ്പാണെന്ന്. പക്ഷേ കുറച്ച് സമയങ്ങൾക്ക് ശേഷമാണ് നമ്മൾ മനസ്സിലാക്കിയത്, എന്താ പറയുക, ഇത് നമ്മൾ ഇരിക്കേണ്ട സീറ്റല്ല, നമ്മളെങ്ങനെ ജനറൽ കമ്പാർട്ട്മെൻറ്റിലേക്ക് നമ്മളെ ഓടിച്ചു. ഞാനിരിക്കുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ബംഗാളി ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് തേങ്ങ കാണിക്കുന്നതാണ് അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നീട് വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് പാലക്കാട് സൈഡൊക്കെ ആവാറൊക്കെ ആകുമ്പോഴത്തേക്ക്, അതായത് പാലക്കാടല്ല തൃശ്ശൂർ സൈഡൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഏതാണ്ട് ആ നിമിഷം എത്തിക്കഴിഞ്ഞു. ടി വന്നിട്ട് പറഞ്ഞു നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റിൽ പോയി. പക്ഷെ നമുക്ക് ഇരിക്കാൻ സീറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു.
എന്താ പറയുക, നിൽക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. അവിടം വരെയും പാലക്കാട് വരെയും നമ്മൾ നൈസായിട്ട് നമ്മൾ ഇരുന്ന് തന്നെയാണ് പോയിരുന്നത്. നമ്മളങ്ങനെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്യുകയാണ്. ഇനി ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. നമുക്ക് പാലക്കാട് സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്ക് ഇതേപോലെ നെല്ലും കാര്യങ്ങളും കൃഷി കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നമ്മുടെയൊക്കെ നാട്ടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുരുക്കം ചിലയിടത്ത് മാത്രമേ ഈ നെല്ലിൻ്റെ കൃഷി കാണുള്ളൂ. അങ്ങനെ അതാണ്ട് നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ട ട്രെയിൻ എൻ്റർ ചെയ്തിരിക്കുന്നു. അപ്പം ഇനി ബാക്കിയുള്ള കാഴ്ചകളെല്ലാം ഇതിൻ്റെ പുറകെ തന്നെ കാണാം. അങ്ങനെ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഇറങ്ങിയിട്ട് നമ്മളിതിപ്പം പുറത്ത് ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. അപ്പം അതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പം അതിനുള്ള തയ്യാറെടുപ്പാണ് ബാക്കി. അങ്ങനെ അവിടെ ഹോട്ടലിൽ കഴിക്കാൻ കയറി. മസാല ദോശ. ഇത് നമ്മുടെ കൂട്ടുകാരനാണ്, ശ്രീജു എന്ന് പറയും. അപ്പം പാലക്കാടാണ് എൻ്റെ നാട്. അങ്ങനെ അവനെയും വിളിച്ചു, അവനെയും കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി. ഇപ്പം അവൻ വന്നിട്ട് എനിക്ക് വഴിയൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ കൂടെ വന്നു. നമ്മളെ ബസ് കയറ്റിയിട്ടാണ് പുള്ളി വീട്ടിൽ പോയത്. അപ്പം അവനിപ്പം ബൈക്കിലാണ് വന്നത്. ബൈക്ക് കൊണ്ട് മാറ്റി വെച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത്. ആണ്ടെ ഇതാണ് ശ്രീജു. ബസ് കയറാനായിട്ട് പോകണം. അങ്ങനെ അവനോട് യാത്രയൊക്കെ പറയാൻ വേണ്ടിയിട്ട് നിന്ന് യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ അവനെ കണ്ടതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ ബസ് കയറി. അങ്ങനെ സലീമേട്ടനും പങ്കുങ്ങളും എൻ്റെ ഫ്രണ്ടിൽ തന്നെ സീറ്റ് പിടിച്ചു. ഞാൻ അവരുടെ തൊട്ട് ബാക്കിലുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ നമ്മൾ പുതുശ്ശേരിക്കുള്ള ബസ് കയറിലാണ് നമ്മളിപ്പോൾ അങ്ങോട്ട് പോയേക്കുന്നത്. പിന്നെ ബസ് വരാനായിട്ട് കുറച്ച് ലേറ്റൊക്കെ ആയിരുന്നു. അപ്പം കല്യാണത്തിൻ്റെ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 11:30 to 12 ടൈം. പിന്നെ നമ്മളാണെങ്കിൽ അവിടെ സ്റ്റോപ്പിൽ ഇറങ്ങി നമ്മളിവിടെ അവിടുത്തെ ഓട്ടോ വിളിച്ചിട്ടാണ് നമ്മൾ ഒരു അമ്പലത്തിലായിരുന്നു കല്യാണം. അങ്ങനെ ഞങ്ങൾ ആ ഓട്ടോ വിളിച്ച് ചെന്നപ്പോഴത്തേക്ക് ഏകദേശം 12 മണി കഴിഞ്ഞായിരുന്നു. കല്യാണം കഴിയുന്ന ടൈമായിരുന്നു. നമുക്ക് അറിയത്തില്ലായിരുന്നു. എന്നാലും ഒരു ടൈം ആയെങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം എന്നൊരു കരുതിയിട്ടാണ് ഞങ്ങൾ പോയത്. ഇടയ്ക്ക് വെച്ച് ട്രെയിനിൽ വരുന്ന വഴിക്ക് ഇടയ്ക്ക് ട്രെയിൻ 2-3 സ്ഥലത്ത് പിടിച്ചിട്ടു. അങ്ങനെ കുറച്ച് ലേറ്റായി. അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് അവിടെ അങ്ങ് ആരുമില്ല. അങ്ങനെ ഓട്ടോച്ചേട്ടൻ തന്നെ പറഞ്ഞു അവിടെ ആരുമില്ല, കല്യാണം കഴിഞ്ഞ് പോയെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആ ഓട്ടോയിൽ തന്നെയാണ് എന്താ പറയുക റിസപ്ഷനുള്ള സ്ഥലത്തേക്ക് പോയത്. പക്ഷെ നല്ല സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല സ്ഥലങ്ങളും എന്താ പറയുക നല്ല പച്ചപ്പ്, അതായത് പക്ഷേ നല്ല ചൂടും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാലും നമുക്ക് കാണാനൊക്കെ നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവസാനം യാത്രയ്ക്കൊടുവിൽ നമ്മൾ സ്ഥലത്തെത്തി, റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. അങ്ങനെ വേണ്ട ചെറുക്കനും പെണ്ണും നിൽക്കുന്നു. അപ്പം കണ്ടപ്പോൾ തന്നെ അവൾ നല്ല എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അവളുടെ അടുത്തേക്ക് കയറി ചെന്നു, വിഷ് ചെയ്തു, ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്തു. അപ്പോൾ എന്താ പറയുക അവൾ നല്ല ഹാപ്പി ആയി. ഞങ്ങൾ ചെല്ലുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് എന്താ പറയുക നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് ഡാൻസും കാര്യങ്ങളും പരിപാടികളെല്ലാം ഉണ്ട്. അത് കണ്ട് പറയെ വരുന്നുണ്ട്. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ചെന്നതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു. അവിടെ ഇരുന്നു. അവിടെ നമ്മൾ ഇറങ്ങിപ്പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കാണുകയല്ലേ.
അങ്ങനെ അതിനുശേഷം കല്യാണ ഫംഗ്ഷനും കാര്യങ്ങളും ഡാൻസ് പരിപാടികളും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി. പോകുന്ന വഴിക്ക് 2 ചേട്ടന്മാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പങ്കുകൾ പറയുന്നുണ്ടായിരുന്നു ചേട്ടന്മാരുടെ അടുത്തൊക്കെ കൊള്ളാം, കളർക്കോടും കാര്യങ്ങളൊക്കെ കൊള്ളാം എന്നൊക്കെ നൈസായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ നൈസ് യാത്രയായിരുന്നു കേട്ടോ. നൈസ് യാത്രയും കാര്യങ്ങളും അടിപൊളിയൊക്കെ ആയിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ ട്രെയിനിൽ കയറിയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോഴേക്കും ബൈ ബൈ.